ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അങ്ങനെ പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം. ഞങ്ങളിതാ വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി, എന്താണ് ഇന്നത്തെ പരിപാടി? അമ്മൂട്ടിക്ക് ശരിക്കും ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. കാരണം പറഞ്ഞോളൂ അമ്മൂട്ടി. ഇന്നൊരു കുറ്റം പറച്ചിൽ ചലഞ്ചാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും നമ്മൾക്ക് കമന്റ് വന്നതാണ് കേട്ടോ. ഈ ഒരു വീഡിയോയും കമന്റ് വന്നു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ തന്നെ വിചാരിച്ചു, ശരി ഇത് കൊള്ളാം. തുണി ഉപയോഗിച്ച് അല്ലെങ്കിൽ വാ കറക്റ്റ് കെട്ടി ആണ് നമ്മൾ ഇത് ടോക്ക് ചെയ്യേണ്ടത്. ബട്ട് ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ ഇങ്ങനെ പ്രയോഗിച്ചപ്പോ തന്നെ മനസ്സിലായി, അതായത് കുറ്റം പറയാം. നിനക്ക് എന്നോടുള്ള കുറ്റം നീ സംസാരിക്കുക. അതാ നമ്മുടെ ആള് വരുന്നുണ്ട് കേട്ടോ. ഗാഗപ്പൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗാഗപ്പൻ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് വീഡിയോ തുടങ്ങിയാലും ഗാഗപ്പൻ നമ്മുടെ അടുത്ത് തന്നെ എത്തിയിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണേ. അമ്മൂട്ടി, നീ റെഡിയാണോ? നിനക്ക് എന്തൊക്കെയോ പറയാൻ വേണ്ടിട്ടില്ലേ എന്നെ കുറിച്ച് കുറ്റം പറച്ചിലും ദേഷ്യവും? ഇടയ്ക്ക് ഈ ദേഷ്യം വരുമ്പോഴത്തേന് ഈ ടെൻഷൻ എന്റെ അടുത്ത് ഇരിക്കലില്ല. അതുകൊണ്ട് ഇന്ന് എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു കുറ്റം പറച്ചിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇച്ചിരി പോസിറ്റീവിന്റെ ആളാണ്. അപ്പൊ എനിക്ക് ഒരിക്കലും ഈ നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ, ദേഷ്യപ്പെടൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. അപ്പൊ ഇതിങ്ങനെ പറയാനോ അല്ലെങ്കിൽ ഇതിങ്ങനെ സംസാരിക്കാനും തുടങ്ങുമ്പോഴത്തേന് ഞാനത് നമുക്കതാണ് ഇറിറ്റേഷൻ ആവുന്ന ഒരു ഫീലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ ഒഴിവാക്കും. അപ്പൊ എന്നാ പിന്നെ ഇങ്ങനെ ചലഞ്ച് വന്നപ്പോഴത്തേന് ശരി, ഇതപ്പോഴത്തേന് വായും പൊത്തിക്കഴിഞ്ഞാൽ ഒന്നും മിണ്ടണ്ടല്ലോ. പക്ഷേ അതിന് ഞാൻ പണി തരും കേട്ടോ. ഞാൻ വർത്താനം പറഞ്ഞിരിക്കും. പറയാനുള്ളതല്ല ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ പറഞ്ഞു തീർക്കും. അപ്പൊ പിന്നെ എനിക്കെന്താ പറയാനില്ലേ? എനിക്കുണ്ട് മോളെ കുറെ കാര്യങ്ങൾ മനസ്സ് തുറക്കാൻ. അത് ഞാൻ തുറക്കും. എന്റെ മനസ്സ് നീ കേൾക്കണം. എന്റെ മനസ്സിലുള്ള ഉത്കണ്ഠകളിൽ ഒളിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനും ഇന്ന് പറഞ്ഞിരിക്കും. എന്താണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ അവസാനിക്കുമ്പോഴത്തേനും ഒരു തല്ല ഉറപ്പാണ്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. എന്തോ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. ആഹാ, അപ്പൊ നമുക്ക് എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മുടി പ്രോപ്പർട്ടി എടുത്തിട്ട് ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. ദാ ഷാളാണ് കേട്ടോ. ഈ ഷാൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാ കെട്ടും. വാ കെട്ടിയതിന് ശേഷം സാധാരണ നമ്മള് ഈ അവക്കൊടുക്കത്തെ നാക്ക് അല്ലെങ്കിൽ അവളെ കൊണ്ട് രക്ഷയില്ല എന്ന് പറയുമ്പോ തന്നെ ഇവിടെ വാ അങ്ങ് പൂട്ടിക്കെട്ടില്ല. അത് ഞാൻ സമ്മതിക്കില്ലല്ലോ. അതിന് വേണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങനെങ്കിലും പറഞ്ഞു തീർത്താ മതി. ഓക്കെ, അപ്പൊ ഈ പണ്ടൊക്കെ പറയത്തില്ലേ അവളെ വായ പണം തിരികെ വെച്ചാൽ മതി. ഇത് അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചലഞ്ചും തീരും, വാ കെട്ടുകയും ചെയ്യാം. ഹാപ്പി അല്ലേ? റെഡി? അപ്പൊ ഞാൻ കെട്ടിത്തരാം. ആദ്യം തന്നെ അമ്മൂട്ടിക്ക് കെട്ടിത്തരാം. ക്യാമറ പിടിച്ചോളൂ. ഞങ്ങൾക്ക് ചെറിയൊരു പാളിച്ച സംഭവിച്ചു പോയി. ഈ ഒരു സംഭവം വാ ബുദ്ധി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ വാ നമ്മള് വെറൈറ്റി ആയിട്ട് ഈ രീതിയിൽ സംസാരിച്ചാൽ മതി. ഓക്കെ, ഞാനിത് സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. സെറ്റ് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അമ്മൂട്ടി എന്തെങ്കിലും ഒന്ന് സംസാരിച്ച്. എന്ത്? ഓ, പറയാൻ പറ്റത്തില്ല. ഓക്കെ, റെഡി. ഇനി എന്നെ കിട്ടി. മതി 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 മതി. എനിക്കിത് കാണുമ്പോ തന്നെ എന്തല്ലോ അത് കിട്ടിക്കോ. ഇപ്പളുടെ നമുക്കിത് പൊട്ടരാട്ടം കാണുന്നത് കേട്ടിട്ടില്ലേ? അതേ കഥയാണ് ഇപ്പൊ. നിനക്ക് കുറ്റം പറയാം. ഓക്കെ, ഓക്കെ. 가요. 불쌍해서. 불쌍해요. 불쌍해요.
ഇവിടെ എന്തൊരു വേദനയാണെന്നറിയോ? എനിക്ക് വേദനിക്കുന്നുണ്ടോ? ഇത് നിന്റെ ഐഡിയ ആയി പോയി. ശരിക്കും ഞങ്ങള് വാ പൊത്തിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ വേണ്ട, എന്നാ പിന്നെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് വിചാരിച്ചു ഇവളാണ്, അമ്മയാണ് പറഞ്ഞു കേട്ടോ. അപ്പം അതിന്റെ ശരിക്കും അവൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് സമാധാനമായി. നിനക്ക് സമാധാനമായി? നിന്റെ മനസ്സിലായി ഇങ്ങനെയെങ്കിലും ഇവൻ കേട്ടിരുന്നല്ലോ. ശരിക്കും ഈ ഒരു ചലഞ്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടുമില്ല, ഇവള് പറയുകയും ചെയ്തു, ഇവളുടെ
മനസ്സിലുള്ള റിലാക്സ്, ഇവളുടെ മനസ്സ് റിലാക്സ് ആവുകയും ചെയ്തു, അകത്തുള്ള സാധനങ്ങൾ പുറത്തു വരികയും ചെയ്ത് സമാധാന അന്തരീക്ഷം. എത്രയോ സന്തോഷകരമായിട്ടുള്ള മൊമെന്റുകൾ, ഇതുപോലെയുള്ള കമന്റുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അല്ലേ? നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എൻജോയ് ചെയ്തു. ഇത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഒരു നല്ലൊരു ഗെയിം എന്ന രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇതുപോലെ കെട്ടിയിട്ട് നമുക്ക് ഫിലിം നെയിംസ് പറയാം, പാട്ട് പാടാം, എന്ത് വേണേലും ചെയ്യാം. നമ്മള് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അല്ലെ സാധനം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് ഇപ്പൊ ഞങ്ങൾ പ്ലാൻ ആക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരാൾക്ക് മറ്റൊരാളുടെ കുറ്റം ഇങ്ങനെ പറയാൻ പറ്റും എന്നാണ് നമ്മൾ കാണിച്ചത്. പക്ഷെ അത് എത്രത്തോളം സംഭവം നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കേൾക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, എന്താണെന്ന് മനസ്സിലാക്കാനും കുറച്ച് ടഫാണ്. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതിന്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലായി. അതെ, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തുമില്ല എന്നാണല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്തിട്ട് പോകണം. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, കമന്റുകൾ വന്നോണ്ടിരിക്കുക, നല്ല നല്ല അടിപൊളി ചലഞ്ച് കമന്റ്സ് വരട്ടെ. അതെ അതെ, നല്ല നല്ല കണ്ടന്റുകൾ നിങ്ങൾ ചലഞ്ച് ആയിട്ട് നമുക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കാണുന്നവരെ ബൈ.